ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ പാഠമായ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ടെക്സ്ച്വൽ ആക്ടിവിറ്റിയാണ്. ഇമാജിൻ യു വെർ വൺ ഓഫ് ദ കോർട്ടിയേഴ്സ് പ്രസൻറ്റ് വൈൽ ടിൽ ഇൻവൈറ്റഡ് ദ കോർട്ടിയേഴ്സ് ടു ഹാവ് എ ലുക്ക് അറ്റ് ഹിസ് പിക്ചർ. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ടിൽ ആൻഡ് യു? അപ്പോൾ നിങ്ങൾ ഈ ടിൽ അവിടെ ഉണ്ടായിരുന്ന കൊട്ടാരത്തിലുള്ള ആളുകളെ ഈ ഒരു ചിത്രം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളും ടില്ലും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യു എന്നുള്ളത് ഞാൻ എന്ന അർത്ഥത്തിൽ നമുക്ക് മീ എന്ന് എഴുതാം. ടിൽ ആൻഡ് മീ. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷനായിട്ട് നമുക്കിതിനെ എഴുതാം. അപ്പം നമുക്ക് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. മീ: ഹേ ടിൽ, ദാറ്റ് വാസ് റിയലി സ്മാർട്ട്. ഹൗ യു ട്രിക്ഡ് എവ്രി വൺ വിത്ത് ദ ഇൻവിസിബിൾ പെയിൻറ്റിങ്. ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് ദാറ്റ് ഐഡിയ? അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാണ്, നല്ലൊരു വിദ്യയാണല്ലോ നിങ്ങൾ ചെയ്തത്. എല്ലാവരെയും ഈ ഒരു കാണാൻ കഴിയാത്ത പെയിൻറ്റിങ്ങിൻ്റെ കഥ പറഞ്ഞ് നിങ്ങൾ പറ്റിച്ചല്ലോ. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയത് എന്ന് നമ്മൾ ടില്ലിനോട് ചോദിക്കുകയാണ്. അപ്പോൾ ടില്ല് പറയാണ്, താങ്ക്സ്. ഐ ന്യൂ ഐ കുഡിൻ പെയിൻറ്റ് എവ്രി വൺ പെർഫെക്റ്റ്ലി. എനിക്ക് എന്തായാലും എല്ലാവരെയും അവരുദ്ദേശിക്കുന്നത് പോലെ പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. സോ ഐ ഹാഡ് ടു തിങ്ക് ഓഫ് എ ഡിഫറെൻറ്റ് വേ ടു സേവ് മൈസെൽഫ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ഐ ഡിസൈഡഡ് ടു മേക്ക് ദം ബിലീവ് ഓൺലി സ്പെഷ്യൽ പീപ്പിൾ കുഡ് സീ ദ പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, നല്ല ആളുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ റോയൽ ഫാമിലിയിലുള്ള ആളുകൾക്ക്, നല്ല കുടുംബത്തിൽ ജനിച്ച ആളുകൾക്ക് മാത്രമേ ഈ ചിത്രം കാണാൻ കഴിയൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മീ: weren't you afraid someone would say they couldn't see it? അപ്പോൾ നിങ്ങൾക്ക് പേടിയില്ലായിരുന്നോ? ആരെങ്കിലും നിങ്ങളോട് പറയുകയാണോ അവർക്കൊന്നും കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ടിൽ: യെസ്, ബട്ട് ഐ ന്യൂ മോസ്റ്റ് പീപ്പിൾ വുഡൻറ്റ് വാണ്ട് ടു അഡ്മിറ്റ് ദേ കുഡൻറ്റ് സീ. കാരണം ഈ കാണുന്ന ആളുകൾ ഒരിക്കലും അവരൊരു മോശപ്പെട്ട കുടുംബത്തിൽ നിന്നാണെന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ പറയില്ല. ദേ ഡിഡൻറ്റ് വാണ്ട് ടു സീം ലെസ് ഇമ്പോർട്ടൻറ്റ് ദാൻ അതേഴ്സ്. എല്ലാവരും വലിയ ആളുകളാവണമെന്നുള്ള ആഗ്രഹമാണ്. തങ്ങൾ വലിയ ആളുകളാണെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആരും സ്വന്തം താൻ മോശക്കാരനാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ദ ജസ്റ്റർ വാസ് ദ ഓൺലി വൺ ഹൂ സ്പോക്ക് ദ ട്രൂത്ത്. ഡിഡ് യു എക്സ്പെക്ട് ദാറ്റ്? അപ്പോൾ ഇവിടെ കൊട്ടാരത്തിലെ വിദൂഷകൻ മാത്രമാണ് സത്യം പറഞ്ഞത്, തനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന്. അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഡിഡ് യു എക്സ്പെക്ട് ദാറ്റ്? ടിൽ: ഐ ഹോപ്പ് സമ്മൺ വുഡ് ബി ഓണസ്റ്റ്. ആരെങ്കിലും സത്യസന്ധമായിട്ട് കാര്യം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഫൂൾസ് ലൈക്ക് ദ ജസ്റ്റർ ഓഫൺ സ്പീക്ക് ദ ട്രൂത്ത് വിതൗട്ട് ഫിയർ. ഇറ്റ് ഹെൽപ്ഡ് മീ ഔട്ട് ദിസ് ടൈം. അപ്പോൾ ഇതേപോലെയുള്ള ആളുകൾ, വിദൂഷകന്മാരായിട്ടുള്ള ആളുകൾ, അവരെപ്പോഴും ഉള്ള കാര്യം വിളിച്ചു പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ഏതായാലും ഇത്തവണ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ്. വാട്ട് അബൌട്ട് ദി ആർച്ച് ഡ്യൂക്ക്? വെർ യു സ്കെയർഡ് ഓഫ് ഹിസ് റിയാക്ഷൻ? അപ്പോൾ ആർച്ച് ഡ്യൂക്കിന് നിങ്ങൾക്ക് ഭയമില്ലേ? അപ്പോൾ ആർച്ച് ഡ്യൂക്കിന് എന്താണ് ഈ കാര്യം സത്യാവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാവില്ലേ? നിങ്ങൾക്ക് അയാളെ പേടിയില്ലേ? ടിൽ: എ ലിറ്റിൽ, കുറച്ച്. ബട്ട് ഐ ന്യൂ ഹി വുഡൻറ്റ് വാണ്ട് ടു ലുക്ക് ഫൂളിഷ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് കോർട്ട്. അദ്ദേഹവും താനൊരു വിഡ്ഢിയാണെന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുമെന്ന് തോന്നുന്നില്ല. ഹി വുഡ് റാദർ പ്രിറ്റൻഡ് ഹി ഷോ ദ പെയിൻറ്റിങ് ടു. അദ്ദേഹവും ഈ ഒരു ചിത്രം തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറയാനാണ് സാധ്യത. സോ വാട്ട് വിൽ യു ഡു നൗ? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? ആറൻറ്റ് യു വറീഡ് ദേ മൈറ്റ് കം ആഫ്റ്റർ യു? ഇവർ നിങ്ങളുടെ പുറകെ വരുമെന്നുള്ള പേടി നിങ്ങൾക്കുണ്ടോ? ടിൽ: ദർ ഇസ് ഓൾവേസ് എ ബിറ്റ് ഓഫ് വറി. എപ്പോഴും കുറച്ച് പേടിയുള്ളത് നല്ലതാണ്. ബട്ട് ഐ എൻജോയ് ദ അഡ്വഞ്ചർ. ഏതായാലും എനിക്ക് ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ഐ വിൽ കീപ് മൂവിങ് ആൻഡ് മേ ബി ഫൈൻഡ് അനദർ പ്ലേസ് ടു പെയിൻറ്റ് ഓർ പ്ലേ അനദർ ട്രിക്ക്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഏതായാലും പോവുകയാണ്. എനിക്ക് വേറൊരു പുതിയ സ്ഥലം കണ്ടുപിടിക്കണം. ഇതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് തട്ടിമുട്ടി അങ്ങനെ ജീവിച്ചു പോകണം. ഡു യു തിങ്ക് യു വിൽ എവർ സെറ്റിൽ ഡൗൺ? അപ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? മേ ബി വൺ ഡേ, എപ്പോഴെങ്കിലും ഒരിക്കൽ. ബട്ട് ഫോർ നൗ ഐ വാണ്ട് ടു സീ മോർ ഓഫ് ദ വേൾഡ് ആൻഡ് ഹാവ് മോർ അഡ്വഞ്ചർ. പക്ഷേ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് യാത്ര ചെയ്യാനാണ്.
അടുത്ത സ്ഥലത്തേക്ക് പോവുക, കൂടുതൽ ആളുകളെ കാണുക, കൂടുതൽ ഇത്തരത്തിലുള്ള സാഹസികതകൾ ചെയ്യുക. ഓക്കെ, ഗുഡ് ലക്ക് ടിൽ സ്റ്റേ സേഫ് ആൻഡ് ഹാവ് ഫൺ. ഓക്കെ, ശരി, നമുക്ക് കാണാം. താങ്ക്സ് ആൻഡ് ഐ വിഷ് യു ലോട്ട്സ് ഓഫ് ഫൺ ആൻഡ് അഡ്വഞ്ചർ ടു. ഓക്കെ, നിങ്ങൾക്കും ധാരാളം സാഹസികതകളൊക്കെ ചെയ്യാൻ കഴിയട്ടെ. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ ഇത് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റുന്ന ഒരു കോൺവെർസേഷനാണ്. ഇതിൽ എത്ര എക്സ്ചേഞ്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ അത്രയും എഴുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.